നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഇസ്രായേലിൽ വീണ്ടും പ്രശ്നങ്ങളാണ്. അതെ, ഹമാസ് ഏതാണ്ട് 5000 മിസൈലുകൾ, റോക്കറ്റുകൾ അയച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. തെക്കൻ ഇസ്രായേലിലാണ് ആക്രമണം ശക്തമായിരിക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് നിന്നാണ് അവർ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കാരണം ഈ ഷെല്ലൊക്കെ എപ്പോഴാണ് പൊട്ടി വീഴുന്നതെന്ന് അറിയില്ല. തിരിച്ചും കൂടി ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണില്ല. പിന്നെ പലസ്തീൻ നോക്കണ്ട. ഈ ഹമാസ് ശരിക്കും പലസ്തീൻ്റെ ഒരു ഇത്തിരി തീവ്രമായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതെ, ഇവരെ ഹമാസ് പോരാളികൾ എന്നാണ് പൊതുവെ ഇവർ അറിയപ്പെടുന്നത്. ചിലർ ഹമാസ് തീവ്രവാദികൾ എന്ന് പറയും. ഇപ്പം എന്ത് പറഞ്ഞാലും ഹമാസ് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഏതായാലും നമുക്ക് ആവശ്യം ലോക സമാധാനമാണ്. തീർച്ചയായും എല്ലാവരും സമാധാനമായി പോകാം. റഷ്യ ഉക്രൈൻ തന്നെ തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ അത് കടന്നു പോകുന്നുണ്ട്. അതുപോലെ സമാധാനപരമായിരിക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യത്തിൻ്റെയും ജോലി. പിന്നെ തീവ്രവാദികൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. പിന്നെ ഇസ്രായേൽ നമ്മൾ വിചാരിക്കും പോലത്തെ ഒരു രാജ്യമല്ല. ഇസ്രായേലുമായി കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി. അതായത് ചിലപ്പോൾ ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്റ്റുഡിയോയ്ക്ക് പുറത്ത് മൊസാദിൻ്റെ ഒരു ഏജന്റ് കാണും. പറയാൻ പറ്റൂല. അതെ, ചിലപ്പോൾ രാജ്മോഹൻ ചേട്ടൻ മൊസാദിൻ്റെ ഏജന്റ് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയും രഹസ്യാത്മകമായി അന്വേഷിക്കുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇസ്രായേലിന്റെ മൊസാദ്. നമ്മുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന റോ അതിന് സമാനമായി. പക്ഷേ റോയ്ക്കാലൊക്കെ ഒരുപാട് മുകളിലാണ് ശരിക്കും ഈ മൊസാദ് നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ അധികം ഇളക്കിയാൽ പണിപ്പാളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജനതാ പാർട്ടി ഇവിടെ ഭരിക്കുന്ന കാലത്ത് ഈ അവിടുത്തെ ഇസ്രായേൽ ഒരു വിദേശകാര്യ മന്ത്രി ആയിരുന്നു തോന്നുന്നു, അത് പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ ആരും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഇവർ കോർഡിനേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ മോശദയം വന്നത് ഒരു വിദേശകാര്യമന്ത്രി വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഏത് മന്ത്രിയാണെങ്കിലും അങ്ങനെ ആ ഒരു ഔദ്യോഗിക അറിയിപ്പ് കൊടുക്കണ്ടേ? ഒന്നുമില്ലാതെ അയാൾ വെറുതെ വന്നിട്ട് പോയി. അന്ന് ഈ സന്ദർശനം വലിയൊരു വിവാദം ഉണ്ടാക്കിയത്. അപ്പോൾ അത്ര കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എടുക്കന്മാരാണ്. അതാണ് ഇസ്രായേലിൻ്റെ ഒരു ശക്തി. അതല്ല, ഈ മൊസാദിലെ ആൾക്കാരെ ഉണ്ടല്ലോ, ഒരുമിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യല്ലേ, അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് പോലും ഇപ്പുറത്തിരിക്കുന്നതിന് അറിയില്ല. അത്രയും നിഗൂഢമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. എത്രയോ നിഗൂഢമാകാമോ അത്രയും നിഗൂഢമാകും. അപ്പം ഈ ഹമാസ് അവരോടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഹമാസുകാരൻ വീട്ടിൽ അല്ല, ഈ പാവപ്പെട്ട ജനങ്ങളാണ് ഇതെല്ലാം ആത്യന്തികമായി അനുഭവിക്കുന്നത്. തീവ്രവാദികളായിരിക്കില്ല, സാധാരണ പാവപ്പെട്ട ജനങ്ങൾ. അവരാണ് ഇതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടത്. നമ്മുടെ നാട്ടിലേക്ക് സമാധാനം പുലരട്ടെ. തീർച്ചയായും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഇപ്പോൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാ നേതാക്കന്മാരും. ദേശീയ നേതാക്കന്മാർക്ക് എല്ലാവരും സജീവമായി ഇറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം 9-ാം തീയതി മറ്റന്നാൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വലിയ സംഭവങ്ങൾ നടക്കും എന്നുള്ള ഉറപ്പായി. എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞ് യുദ്ധരംഗത്തേക്ക് എല്ലാവരും മിനി യുദ്ധമാണ്. ഒറിജിനൽ യുദ്ധം അടുത്ത വർഷമേ ഉള്ളൂ. അല്ല, അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോഴേ നടക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോരോ പദ്ധതികളൊക്കെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും കരുവന്നൂരിൽ ചില പുതിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വന്നിട്ടുണ്ട്. ED ഒരു പ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ അരവിന്ദാക്ഷൻ്റെ മാതാവിൻ്റെ പേരിലുള്ള ബാങ്ക് നിക്ഷേപം അത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, തെളിവ് അത് അരവിന്ദാക്ഷൻ തന്നെ സമ്മതിച്ചു എന്നാണ്. ഈ സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി തന്നെയാണ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് എന്നും അരവിന്ദാക്ഷൻ അതെല്ലാം പറഞ്ഞു സമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം അവരുടെ കയ്യിലാണല്ലോ, അതുകൊണ്ട് എന്നിട്ട് പറയുന്നു പാവം അരവിന്ദാക്ഷൻ്റെ അക്കൗണ്ട് മാറിയത് വേറൊരാളുടെ അമ്മയുടെ അക്കൗണ്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നതൊക്കെ. അന്ന് ക്യാപ്സൂൾ അങ്ങനെയാണ് ക്യാപ്സൂൾ ഇറങ്ങിയത്. അതെ, ഈ ഒരു നിലവാരമില്ലാത്ത ക്യാപ്സൂളുകൾ ഇറക്കി മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഖാക്കൾ. ഏതായാലും സുധാകരൻ വെടിപൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഒരു സ്റ്റോക്ക് നമുക്കൊന്ന് നോക്കേണ്ടത്. സുധാകരൻ വിടുന്ന അതിനിടയ്ക്ക് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളും പറയാം. തീർച്ചയായും സുധാകരൻ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ CPM കേരളത്തിൽ വരുന്ന നേതാവ് പറയാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വെട്ടി തുറന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എല്ലാം പാർട്ടി മൂടി വെക്കുകയായിരുന്നു. ഇതല്ല പാർട്ടിയുടെ രീതി, പാർട്ടി ചെയ്തത് ശരിയായില്ല. ഇതറിഞ്ഞത് മുതൽ തന്നെ ഇത് ഒതുക്കാനുള്ള ശ്രമം പാർട്ടി നടത്തിയിരുന്നു. ഇപ്പോൾ ED വരുമ്പോൾ കിടന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. കുറ്റക്കാരെ കണ്ടെത്തണം, കുറ്റക്കാരെ പാർട്ടി സംരക്ഷിക്കരുത്. ഈ MK കണ്ണനൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം, രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകണം തുടങ്ങിയ കാര്യങ്ങളാണ് സുധാകരൻ പറഞ്ഞത്. മാത്രമല്ല ഇത് പാർട്ടിക്ക് വലിയ തോതിലുള്ള ക്ഷീണമുണ്ടാക്കി, വലിയൊരു പ്രതിരോധത്തിലേക്ക് പാർട്ടി മാറുന്നതിൻ്റെ കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ ഒതുക്കപ്പെട്ട നേതാക്കളിൽ ഏറ്റവും പ്രമുഖനാണ് സുധാകരൻ. സുധാകരനെ ഒതുക്കാൻ പലവട്ടം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതൊന്നും നടന്നില്ല. കാരണം അദ്ദേഹം പലതും വിളിച്ചു പറയുമെന്ന് പേടിച്ചായിരിക്കും. അവസാനം പിണറായി വിജയനുമായിട്ട് കഴിഞ്ഞ വർഷം
ഒരു അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു രഹസ്യ ചർച്ച ഇവർ രണ്ടുപേരുടെ നടത്തിയിട്ടാണ് പിന്നീട് സുധാകരനെതിരെ നടപടിയെടുക്കാത്തത് എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. എന്തായാലും സുധാകരൻ ഇവർ ഭയപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹം സത്യസന്ധനാണ് എന്നുള്ളതാണ്. അഴിമതി ഇതുവരെ ബാങ്ക് കൊള്ളയ്ക്കും പിന്നെ പണ്ട് ഈ തന്ത്രിമാരുടെയും ശാന്തിക്കാരുടെയും ഒക്കെ അടിവസ്ത്രത്തിന്റെ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിക്ക് തന്നെ തികഞ്ഞ വിമർശനാത്മകമായി തന്നെ അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അല്ല, സുധാകരനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ CPM-ന്റെ വളരെ ശക്തനായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഈ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. സുധാകരൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തുറന്ന എല്ലാ കാര്യവും തുറന്ന് അഭിപ്രായമൊക്കെ പറയുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. SFIയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാക്ഷിയായ ഒരാളാണ് ഭുവനേശ്വരൻ. അങ്ങനെയൊക്കെയുള്ള വളരെ കഴിവുള്ള ഏൽപ്പിച്ച വകുപ്പുകളൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ള ഈ സുധാകരൻ എന്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വെട്ടിനിരത്തൽ എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ജൂനിയറായിട്ട് വന്ന എത്രയോ പേര്, തോമസ് ഉൾപ്പെടെയുള്ളവരൊക്കെ എല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗമായി. ശ്രീമതി ടീച്ചറായി, എത്രയോ പേരായി. ചില ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷേ സുധാകരൻ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരുന്നിട്ടില്ല. അത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വന്തമായ എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും പാർട്ടി ചട്ടക്കൂടിനകത്ത് ഒതുങ്ങുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയാറുള്ളത്. മാത്രമല്ല ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. അഴിമതി വിരുദ്ധൻ തന്നെയായിരുന്നു അദ്ദേഹം. മന്ത്രിയായിരുന്നപ്പോഴൊക്കെ, പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ എന്തെല്ലാം വേണമെങ്കിൽ അഴിമതി നടത്താം. ഒന്നിലും അദ്ദേഹം അഴിമതി എന്ന് പറയുന്നത് പാടെ മറന്ന അല്ലെങ്കിൽ അഴിമതി നടത്താത്ത ഒരു ശക്തനായ നേതാവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു വേള വിമർശനാത്മകമായിരിക്കാം. അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറയുന്നത്. അതെ. മാത്രമല്ല അദ്ദേഹം ഇരുന്ന പദവികളിലൊക്കെ തന്നെ താനൊരു മിടുക്കനാണെന്ന് തെളിയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കോളേജ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അന്ന് ജി സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. മാത്രമല്ല അദ്ദേഹം വളരെ പ്രബലനാണ്. അന്ന് വളരെ ശക്തനാണ്. അപ്പോൾ ഈ പരീക്ഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ ആ ചുമതലയുള്ള ഒരാൾ ജി സുധാകരനായിരുന്നു. എന്ത് സംഭവിച്ചാലും പരീക്ഷ മാറ്റി വയ്ക്കില്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ കൂടെ ഉള്ളവർക്ക് പറയും സമയമാകുമ്പോഴേ പഠിച്ചില്ല എന്നുള്ള അപ്പോഴൊക്കെ വരുമല്ലോ. പരീക്ഷ മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു അപ്പം എല്ലാവരും പറയില്ല, ഒന്നും നടക്കാൻ പോകില്ല. ജി സുധാകരനാണ് സിൻഡിക്കേറ്റ് മെമ്പർ, അപ്പം ഇതിൻ്റെ ആള് പുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും മാറ്റമൊന്നുമില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി അന്ന് റിസൾട്ട് വരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ജി സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന ആ ഒരു സമയം. അന്ന് KV ദേവദാസം അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നാണ് ഓർമ്മ, ആലപ്പുഴ എന്നുള്ള CPM നേതാവ്. പക്ഷേ ജി സുധാകരൻ അത് ശക്തനായിരുന്നു. പിന്നീട് അദ്ദേഹം ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആലപ്പുഴയിൽ. പിന്നെ ഒരുപാട് പദവികൾ, പാർട്ടി പദവികളാണെങ്കിലും അതുപോലെ ഈ MLA-യും ഇതൊക്കെ ആയിരുന്നപ്പോഴൊക്കെ തന്നെ ഇത് മിടുക്കനാണ് തെളിയിച്ച ആളാണ്. അതെ, പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോഴും വളരെ ശക്തമായ നിലപാടുകൾ കൊണ്ട്, ശക്തമായ നടപടികൾ കൊണ്ട് വകുപ്പ് കഴിയുന്നതും പരാതിയില്ലാതെ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായും. മാത്രമല്ല ദേവസ്വം വകുപ്പും ഉണ്ടായിരുന്നു. അതെ, ദേവസ്വം വകുപ്പിലാണെങ്കിലും അതെ. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പദവിയിൽ ജോയിൻ ചെയ്തപ്പോൾ അത് വിവാദമായി. പിറ്റേ ദിവസം അവരെ കൊണ്ട് രാജിവെപ്പിച്ചു. അവർ അർഹതയുള്ള ആളായിരുന്നു. പക്ഷേ എന്നിട്ടും രാജിവെച്ചു. അതാണ് ഇവിടെ നേതാക്കന്മാരുടെ ഭാര്യമാര് പദവിക്ക് വേണ്ടിയും അധ്യാപകരാകാനൊക്കെ നെട്ടോട്ടം ഓടുമ്പോൾ കള്ളരേഖകൾ ഹാജരാക്കുമ്പോൾ ഇവിടെ അർഹതപ്പെട്ട പദവി ലഭിച്ചിട്ട് എന്നാ വേണ്ട, ഇത് വിവാദമാവുമെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ജൂബിലി നവപ്രഭ ടീച്ചറെ കൊണ്ടത് രാജിവെപ്പിച്ചു. മാത്രമല്ല രസകരമായ കാര്യം, ഇപ്പം നമ്മുടെ ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാന വിനോദം വിമാനയാത്രയാണ്. ഒരുപക്ഷെ ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് വിമാനയാത്രക്കാരുടെ യാത്ര ചെയ്ത മന്ത്രിമാരുടെ അവരുടെ ചെലവിന് കണക്കെടുക്കുമ്പോഴും അദ്ദേഹം വിമാനത്തിൽ കയറിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത് കുറവാണ്. മാത്രവുമല്ല ജി സുധാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ അതുപോലെ ഈ മറ്റ് ചെലവുകൾ, വീടിൻ്റെ ഈ ഇതൊക്കെ മോടി പിടിപ്പിക്കൽ, അതൊക്കെ വളരെ തുച്ഛമായ തുകയാണ്. നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയും ചെറിയ തുകയാണ് ബാക്കിയുള്ളവർ 10-15 ലക്ഷം ചിലവാക്കുമ്പോൾ തുച്ഛമായ അങ്ങനെ ജീവിച്ചവർ വളരെ ലളിത ജീവിതം നയിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റായ ഗാന്ധിയൻ എന്ന് പറയുന്ന ഒരാളാണ് ജി സുധാകരൻ. ഇപ്പം നമ്മൾ സുധാകരനെ മനഃപൂർവ്വം പൊക്കി പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും, മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടും നിങ്ങൾക്കും അറിയാവുന്നത് കൊണ്ടും പരിശോധിച്ച് നോക്കൂ. നമ്മൾ CPM ആണ്, അല്ലെങ്കിൽ ഒരു നേതാവ് CPM-ൽ വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ വന്നു, BJP-യിൽ വന്നു, കോൺഗ്രസിൽ വന്നു എന്ന് വിചാരിച്ച് നമുക്ക് അദ്ദേഹം മോശമാണെന്നോ അദ്ദേഹം നല്ലതല്ല എന്നോ ചിന്തിക്കാൻ പറ്റില്ല. അത് ധാർമ്മികതയല്ല, രാഷ്ട്രീയ ധാർമ്മികതയല്ല, സാമൂഹ്യ ധാർമ്മികതയല്ല. ഒരു വ്യക്തി അത് ഏത് പാർട്ടിയിലാകട്ടെ, ഏതൊരു അവസ്ഥയിലാകട്ടെ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അംഗീകരിക്കപ്പെടണം. അത് ഏത് പാർട്ടിയായാലും ഏത് നേതാവായാലും. ഇവിടെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി നടപടിയെടുക്കണം. പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഇവരെ രക്ഷിച്ചു പിടിക്കാൻ, പൊതിഞ്ഞു പിടിക്കാൻ എന്തുകൊണ്ട് ഈ അരവിന്ദാക്ഷനൊക്കെ ന്യായീകരിച്ച് വെറുതെ പാർട്ടിയുടെ മാനം പോയ അവസ്ഥയിലായിരുന്നു. അതെ, എല്ലാവരും ന്യായീകരിക്കില്ലേ? എല്ലാവരും എങ്ങനെ ന്യായീകരിക്കുക? ഗോതമാഷ് ന്യായീകരിക്കാനായിട്ട് മുൻപന്തിൽ നിൽക്കുന്നു, ബാക്കിയുള്ള സഖാക്കൾ അത് ന്യായീകരിക്കുന്നു. അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ അത് അവിടെ ഇവിടെയും ചാനൽ ചർച്ചകളിലും വിളിച്ചു പറയുന്നു.
അപഹാസ്യരാവുകയാണ്. CPM-ഉം CPM-ൻ്റെ നേതാക്കളും CPM സർക്കാരും നേതൃത്വം കൊടുക്കുന്ന സർക്കാരും പല വേളകളിലും അപഹാസ്യരാകുകയാണ്, മറ്റുള്ളവർ പരിഹസിച്ചിരിക്കുകയാണ്. അതെ, അതാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. അതെ അതെ, നടപടി ഉണ്ടാകണം, തിരുത്തൽ ശക്തി എന്ന് അദ്ദേഹം പറയുന്നത്. മറ്റേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അദ്ദേഹത്തിനെതിരെ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ, മറ്റേ എളമരം കരീം കമ്മീഷൻ റിപ്പോർട്ട്, അതായത് ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചില്ല, പക്ഷേ ഇദ്ദേഹം പറയുന്നത് അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ ഇദ്ദേഹമാണ് നോമിനേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ. ഇദ്ദേഹം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായത്. പക്ഷേ ഇദ്ദേഹം ഏതാണ്ട് 56 ഇടങ്ങളിൽ പൊതുവേദികളിൽ ഈ 2 സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രസംഗിച്ചു. പല രാഷ്ട്രീയ മീറ്റിങ്ങുകളിലും പല കമ്മിറ്റികളിലുമൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. വീഡിയോ വേണമെങ്കിൽ പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും എളമരം കരീം അന്വേഷിച്ച കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് പല കാര്യങ്ങളും ഇനിയും ഞാൻ തുറന്നു പറയും, എനിക്കറിയാവുന്ന പല കാര്യങ്ങളും തുറന്നു പറയും, എല്ലാം ജനങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇവിടെ പലരും ഞെട്ടി. സുധാകരന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പരിപാടിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി സത്യം പറഞ്ഞാൽ ഞെട്ടി. ആരും പ്രതികരിച്ചിട്ടില്ല. സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല, പറഞ്ഞത് മുഴുവൻ കേൾക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാം. കാരണം ആലപ്പുഴ ജില്ലയെ വിഴുങ്ങാൻ തുടങ്ങുന്ന ഒരാളാണ് സജി ചെറിയാൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പറയാൻ സാധ്യതയുള്ളത് എഡിറ്റ് ചെയ്തവർ മാറ്റിയെന്നായിരിക്കും. ഈ എഡിറ്റിങ്ങിന്റെ യാതൊരുവിധ സാങ്കേതിക വശങ്ങളും അറിയാൻ പാടില്ലാത്ത നമ്മുടെ നേതാക്കന്മാർ പണ്ട് വളച്ചൊടിച്ചു എന്ന് പറയും, വളച്ചൊടിക്കാം പ്രിന്റ് മീഡിയയിൽ. ഇപ്പം പറയുന്നത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. ഈ നേതാക്കന്മാരൊക്കെ എല്ലാം സ്വന്തമായിട്ട് പാർട്ടി ചാനൽ വരെ ഉള്ളതാണ്. ഒരു സമയം കിട്ടുമ്പോൾ അവിടെ പോയി അവിടുത്തെ വീട് എഡിറ്റർമാരെ കണ്ട് അവർ പറഞ്ഞു കൊടുക്കും സാധ്യത ഇല്ലായ്മകളും. അതെ, പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ അവരുടെ ആ സ്ഥാപനത്തിൻ്റെ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അതിൻ്റെ റഷ് അവർ വേണമെങ്കിൽ തരികയും ചെയ്യും, വേണമെങ്കിൽ പരിശോധിച്ചു. അല്ല, എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം മറ്റു നിയമന തട്ടിപ്പ്, അതിൻ്റെ അഴിമതികൾ, അതെ, ഇത് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഇപ്പം പിടിയിലായ അയാളുടെ പേരെന്താണ്, അഖിൽ സജീവ്. ഇയാൾ ഇത് മാത്രമല്ലെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ ഒരു ആരോഗ്യവകുപ്പിൽ അഴിമതി മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ ആരോപണങ്ങളുണ്ടെന്നാണ്. ടൈറ്റാനിയം, KMML തീർന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്പൈസസ് ബോർഡ് ഉണ്ടെന്നാണ്. ഒരു യുവമോർച്ച നേതാവ് ഇയാൾ ഇക്കാര്യത്തിൽ പാർട്ണറാണെന്ന്. അത് ശരി, യുവമോർച്ചക്കാർ അതിനകത്തൊക്കെ പാർട്ണറാണെന്ന് നന്നായിരിക്കും. അല്ല, അത് കേന്ദ്രം ഭരിക്കുന്ന വകുപ്പായോണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരക്കാർ മുഖ്യമന്ത്രി ആദ്യ തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേ പറഞ്ഞ് ഇവിടെ ചില അവതാരങ്ങൾ വരും, എൻ്റെ പേരും പറഞ്ഞെന്നാണ്. ഇപ്പൊ ഇവിടെ അവതാരങ്ങൾ ദശാവതാരമൊന്നും അല്ലെന്ന് തോന്നുന്നു. അവതാരങ്ങളെ കൊണ്ട് നിറയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവർ ഈ ആരോഗ്യവകുപ്പിൽ അഴിമതിയിൽ നിർത്തുമായിരിക്കും. അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാം കൂടെ ഈ അഖിൽ സജീവിന്റെ പേരിൽ അഴിമതി എല്ലാം കൂടെ എടുക്കാനും ഒക്കെ പോയാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തും. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരിടത്ത് നിൽക്കില്ല. ഇതിങ്ങനെ ഒരു ചെയിനായിട്ട്, ഒരു ശൃംഖലയായിട്ട് ഇങ്ങനെ എത്തി പ്രമുഖരിലേക്ക്, മുതിർന്ന നേതാക്കളിലേക്ക്. കരുവന്നൂരിൽ കണ്ടില്ലേ, ആദ്യം ഉദ്യോഗസ്ഥരിൽ തുടങ്ങി, പിന്നെ ബാങ്ക് സെക്രട്ടറിയായി, പിന്നെ അവസാനം ബോർഡ് മെമ്പർമാരായി, പിന്നെ AC മൊയ്തീനായി, MK കണ്ണനായി, PR അരവിന്ദാക്ഷനായി. ഇനിയിപ്പം നേരെ മേളിലോട്ടങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഏത് അവസ്ഥയിൽ ചെന്ന് എത്തും എന്ന് നമുക്കറിയില്ല. അതെ, അദൃശ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവരെല്ലാവരും അകത്താകേണ്ടതാണ്. അതെ. പക്ഷേ ഇത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു അഴിമതിയുടെ കുരുക്കിൽ ഒരു പാർട്ടി എന്ന് പെടുക, കേരളം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗം സംഭവിച്ചിട്ടില്ല. പണ്ട് കോൺഗ്രസ് സർക്കാരുകളൊക്കെ വരുമ്പോഴാണ് ഇവരെല്ലാം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതും ഈ പ്രശ്നം പറയുന്നതും ഒക്കെ തന്നെ. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് സോളാർ കേസ്, ഒറ്റ കേസ് മാത്രമേ ഉണ്ടായിരുന്നു. അതെ, അതിൻ്റെ അനുബന്ധമായിരുന്നു. ഇതിപ്പം 4 പാടും എന്തൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി നടത്തിയ അഴിമതി ആരോപണങ്ങൾ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അതുപോലെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ചേർന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ തന്നെ 4 പാടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നടുക്ക് നിൽക്കുകയാണ് CPM. അതെ, പണ്ട് 87 96 അറിഞ്ഞൂടെ, നാനാര മദ്രസ വന്നതിന് തൊട്ട് പിന്നാലെ നടന്നൊരു പൊതുസമ്മേളനത്തിൽ CPM നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വന്നതോടുകൂടി കുറേ ആരും കഷ്ടത്തിലായി. അതായത് നക്ഷത്ര ഹോട്ടൽ ഉടമസ്ഥന്മാർ, മറ്റേ ആഡംബര കാറുകൾ ഉപയോഗിക്കുന്ന ടാക്സി കമ്പനികൾ, ഇങ്ങനെ പലത്. കാരണം കോൺഗ്രസ് ഭരിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് തമ്പടിക്കുകയല്ലേ. സ്റ്റാർ ഹോട്ടലുകളിൽ വ്യവസായികളെല്ലാവരും വരുന്നു, ഇത്തരം കാറുകൾ അവർ യാത്ര ചെയ്യുന്നു, കാർ കൊണ്ടുവന്നില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. അദ്ദേഹം വളരെ രസകരമായി അത് പ്രസംഗിക്കുന്നത് എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നക്ഷത്ര ഹോട്ടലുകളുടെ എണ്ണം കൂടി. കേരളത്തിൽ മാത്രം 46 5 സ്റ്റാർ ഹോട്ടലുണ്ട്. മഹാരാഷ്ട്ര പോലും 40 ഉള്ളൂ എന്നുള്ളതാണ്. അത് മന്ത്രി P രാജീവ് പറഞ്ഞത് വികസനത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. 5 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം കൂടുന്നത് നമ്മുടെ നാട് വികസിക്കുന്നു, ഒരു ലക്ഷണമാണ്. നല്ല കാര്യമാണ്, നക്ഷത്ര ഹോട്ടലൊക്കെ വരട്ടെ. പക്ഷേ ഇത്തരത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. കോൺഗ്രസ് സർക്കാരുമാരെ നമ്മുടെ സർക്കാർ വന്നതോടുകൂടി ഹോട്ടലുകൾ കൂട്ടുന്ന അവസ്ഥയെത്തി എന്നൊക്കെ പറയുന്നത്
അത് ആ ജനങ്ങളെ ഇപ്പം ആൾ ചിന്തിക്കുന്നു. അന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞാൽ ആൾ വിശ്വസിക്കുമായിരുന്നിരിക്കാം. ഇപ്പം അതൊക്കെ പറയാൻ പോയാൽ നേതാക്കന്മാർക്ക് തന്നെ എത്ര ഹോട്ടലുണ്ടെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അത് തന്നെ ബിനാമി അല്ലാത്തതുമൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് വിദേശത്തുൾപ്പെടെ ഹോട്ടൽ ശൃംഖലകളും ഒക്കെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്കത് ഉറക്കെ പറയാൻ പറ്റില്ല. ഇല്ല, ഉറപ്പില്ല ഒന്നും. ഏതായാലും ഇതൊരു രാഷ്ട്രീയം നല്ലൊരു വ്യവസായമായി മാറ്റുന്ന കാര്യത്തിലും നമ്മുടെ ഈ പല നേതാക്കന്മാരും വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് വ്യവസായം തുടങ്ങുന്നവരൊക്കെ തന്നെ കുത്തുവാളെടുക്കാനുള്ള സാധ്യത തെളിയുമ്പോൾ സ്വന്തം ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. സ്വന്തം കാര്യം നോക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതെ. പിന്നെ CPM-ന് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന അടുത്ത തിരിച്ചടിയെക്കുറിച്ച് കൂടി ഒരു വാർത്ത വന്നു. നമ്മുടെ കണ്ണൂർ ആകാശ് തില്ലങ്കേരി. അതായത് തില്ലങ്കേരി ഇപ്പോൾ ചേട്ടനാ പറഞ്ഞത് ഭസ്മാസുരന് സമാണ്. ഇനിയിപ്പോൾ ഓടി തലയെ തൊട്ടാ തീർന്നു. അവനെ വളർത്തി വലുതാക്കി, അവനെ പാർട്ടി അംഗമാക്കി, അവനെ CPM സൈബറിന്റെ ചുമതലയൊക്കെ കൊടുത്ത് വലിയ സൈബർ പോരാളിയാക്കി വളർത്തിക്കൊണ്ട് വന്നതാണ്. അവസാനം കാര്യം വന്നപ്പോൾ അവനെ കൈവിട്ടു. അവനിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ചില ആളുകൾ ചേർന്നുകൊണ്ട് CPM-നെതിരെ നീങ്ങുന്നു എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. കാരണം തില്ലങ്കേരി പലതവണ പോലീസ് പിടികൂടി. അപ്പോൾ ഇതങ്ങോട്ട് ശരിയാവില്ല. നമ്മളെ സർക്കാർ ഭരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളിനെ പിടിച്ചകത്തിടുന്നതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് കണ്ണൂരിലെ പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിലെ സഹാക്കളുടെ ഒരു വിഷയമാണ്. അവർ കണ്ണൂരിൽ വലിയ വിഭാഗീയത നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഈ P. ജയരാജൻ അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ഗ്രൂപ്പുകളൊക്കെ തന്നെ പലതരത്തിൽ പല തട്ടുകളിലായി നിന്നുകൊണ്ടാണ് അവിടെ പാർട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് ഏതു തരത്തിൽ ഒരു തിരിച്ചടിയാകും CPM-ന് എന്നുള്ള ഒരു പരിശോധന അടിയന്തരമായി സംസ്ഥാന നേതൃത്വം നടത്തേണ്ടതുണ്ട്. ഗൗതമാഷും കണ്ണൂരുകാരനാണല്ലോ. അതെ, തീർച്ചയായും. അല്ല, ഈ ഒരു അഴിമതി എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഒരു വ്യൂഹത്തിൽ ഒരു സർക്കാരും ഒരു പാർട്ടിയും മുന്നണി വെച്ചെന്ന് പെടുക എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പാർട്ടിയാണ് പെട്ടിരിക്കുന്നത്. അതെ, പ്രധാനമായും പാർട്ടിയാണ്. അതുവഴിയാണ് ഇത് സർക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പം ഒരു സർക്കാർ പെടുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സർക്കാർ രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ അതിന് മറ്റ് വിശദീകരണം കൊടുക്കുകയോ ചെയ്യാം. ഇത് പാർട്ടിയാണ് പ്രതിരോധത്തിലാകുന്നത്. മാത്രമല്ല ചേട്ടാ, ഇത് ഈ പാർട്ടി പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അഴിമതിയിൽ ഏർപ്പെടുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം വിഷയങ്ങളിൽ കുറ്റാരോപിതരാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു തരംതാണ നിലപാടല്ലേ സത്യം പറഞ്ഞാൽ പാർട്ടി സ്വീകരിക്കുന്നത്? തീർച്ചയായും. അങ്ങനല്ലല്ലോ വേണ്ടത്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ഒരാൾ ഒരു ചെറിയ തോതിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ താക്കീത് ചെയ്യാം, അയാളെ വിമർശിക്കാം, അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാം. അതിനപ്പുറവും അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളെ അവിടുന്ന് പുറത്താക്കുക. അത് ഏത് സ്ഥാപനമായാലും സംഘടനയായാലും അങ്ങനെയാണ് പതിവ്. ഇത് അവരെയൊക്കെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടി ഒപ്പമുണ്ട് എന്ന് പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയും കുറേ നേതാക്കളും ചേർന്ന് സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയെ തകർക്കുകയാണ്. അല്ല, പണ്ടൊക്കെ ആണെങ്കിൽ നേതാവിൻ്റെ ഒരു നിസ്സാര ഒരു ആരോപണം വന്നാൽ മതി, സാമ്പത്തികമാണെങ്കിലും ഏതാണെങ്കിലും അപ്പം നടപടിയാണ് അയാളുടെ പേരിൽ. പിന്നെ ഒരിക്കലും അയാൾക്ക് തിരിച്ചതിന് കരകയറാനും പറ്റില്ല. അത് അപൂർവം പേരാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ നിരപരാധിയും തെളിയിച്ചു. പലരും പ്രമുഖരായ എത്രയോ നേതാക്കന്മാർ ഒന്നുമല്ലാതായി രാഷ്ട്രീയ വിസ്മൃതിയിലാവുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ വ്യവസായം കൊണ്ട് പരമാവധി പൈസ ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ള തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ഈ അഴിമതി ആരോപണങ്ങൾ പണ്ട് ഒരിക്കലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേരിൽ പാർട്ടിയുടെ പേരിൽ ഒരുപാട് തവണ പാർട്ടിക്ക് പൈസ ഉണ്ടാക്കി അഴിമതി നടത്തിയെന്നൊക്കെ ആരോപണം വരുമ്പോൾ പോലും കുടുംബാംഗങ്ങളെ കുറിച്ചൊന്നും ഒരിക്കലും അങ്ങനെ ഇല്ല. പണ്ടുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താവ് ഏത് വകുപ്പിലെ മന്ത്രിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അതെ, മക്കള് സാധാരണക്കാരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച് വേറെ വഴിക്ക് പോകും. അതെ, അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നതെന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് വിശദാംശങ്ങൾ. അല്ല, പണ്ട് നമ്മൾ പൊതുവെ നമുക്കെല്ലാവർക്കും ഒരു ധാരണ, മാധ്യമങ്ങൾക്കെല്ലാം ഒരു ധാരണ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരാൾക്കൊരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവൻ്റെ അയാളെ വീട്ടുകാരുടെയും വകയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് പരിപാടിയാണ്, അവൻ അവർക്ക് എന്ത് കാണിക്കാൻ പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അന്ന് യോഗ്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അതിനേക്കാളും വലിയ ആളായി മാറി എന്നുള്ളതാണ് സത്യം. ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കോർപ്പറേറ്റ് പാർട്ടി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അതെ, CPM-കാർ ക്ഷമിക്കണം. എത്രയോ നല്ല ആൾ, ഇപ്പോൾ സുധാരണയെ പോലെ എത്രയോ നല്ല ആൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്, എത്രയോ പേരുണ്ട്. മാത്രമല്ല പലരും ചിലരൊക്കെ മനസ്സ് മടുത്താണെന്ന് തോന്നുന്നു. അവരാരും ഇപ്പോൾ സജീവമാകാതെയും പോയിട്ടുണ്ട്. വളരെ മിടുക്കന്മാരെ, ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ളവരൊക്കെ, M. വിജയകുമാർ, പിന്നെ ജെയിംസ് മാത്യു കണ്ണൂർ, അദ്ദേഹം വളരെ പ്രഗത്ഭനായ നേതാവായിരുന്നു. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുള്ള നല്ല MLA ആയിരുന്നു. ദേശസഭയുടെ സംസ്ഥാന സെക്രട്ടറിക്കായിരുന്നു, മിടുക്കനാണ്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ മറ്റു മേഖലകളിലേക്ക് പോയി. ഒരുപക്ഷേ ഈ നല്ല ആർജവമുള്ള അല്ലെങ്കിൽ സത്യസന്ധരായ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ പാർട്ടിയിൽ നിലനിൽപ്പ് ഇല്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടാണെന്ന് അതിൽ പലരും ഇപ്പോൾ ഒന്ന് പുറകോട്ട് മാറാൻ നമ്മൾ സംശയിക്കേണ്ടത്. നല്ല ആൾക്കാർ ഇപ്പോഴുണ്ട് കേട്ടോ. കണ്ണൂർ MLA ഉണ്ട്, SFIയുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നു, M. വിജിൻ എന്ന് പറഞ്ഞ MLA. വിജിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇത്രയും ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അഴിമതി ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെന്ന് വിജിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വിജിൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു തോന്നുന്നു.
അദ്ദേഹം ഇപ്പോൾ MLA. അതുപോലെ സുമേഷ്, അതെ, സുമേഷ് നമ്മുടെ സ്ഥിരം ചർച്ചക്കാരനായിരുന്നു പണ്ട് നമ്മൾ ചാനൽ ജോലി ചെയ്യുന്ന സമയത്ത്. വളരെ മാന്യമായി പെരുമാറുന്നത്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, MLA ആണ്. ഇങ്ങനെ ഒരുപാട് നല്ല പ്രതീക്ഷ തന്നെ വളർന്നു വരുന്നുണ്ട്, എത്രയോ പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ തലമുറ ഉണ്ടല്ലോ, നേരത്തെ സീനിയർ തലമുറയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയും കൂടെ വഴിയെത്തിക്കുന്ന രീതിയിൽ ഇപ്പം പോകുന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിൽ ആരോപണങ്ങൾ വരുന്നവരൊക്കെ തന്നെ മുതിർന്നവരാണ് വളരെ. അത് പിള്ളേരെ പോലും നന്നാവാൻ സമ്മതിക്കും. അതാണ് പിള്ളേർക്ക് തോന്നുന്നത്. എന്താ പിന്നെ നേതാവിനാണെങ്കിൽ എനിക്കും ആയിക്കോട്ടെ തോന്നും കടന്നു വരുന്നവർക്ക്. അതെ അതെ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു രാഷ്ട്രീയ അപജയത്തിൻ്റെ, ഒരു അധപ്പതനത്തിൻ്റെ പാതയിലൂടെ CPM സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരണം. അത് ഇപ്പോൾ സുധാകരൻ പറയുന്നത് പോലെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക, അവർക്ക് കുടപിടിക്കുകയല്ല വേണ്ടത്. ഗുരുതരമായ ലംഘനങ്ങളാണ്, നിയമലംഘനങ്ങളാണ് കരുവന്നൂരിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. അതിനൊക്കെ കുടപിടിക്കാൻ പോവുകയും അതിൽ ഉൾപ്പെട്ടവരെ അല്ലെങ്കിൽ ഉൾപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരെ ഞങ്ങൾ ആജീവനാന്തം സംരക്ഷിക്കും എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ഗതികേട് ഇപ്പോഴത്തെ. ഒരുപക്ഷെ VS ഇന്ന് ആരോഗ്യത്തോടെ ഇരുന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിനെതിരെ രംഗത്തെത്തുമായിരുന്നു, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതുപോലെ നമ്മളെപ്പോഴും ചിന്തിക്കുക, EMS നമ്പൂതിരിപ്പാടിനെ പോലത്തെ മഹാരഥന്മാർ ഒന്നും നേടാതെ പൈസ സമ്പാദിക്കാതെ പോയ ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ ഓർമ്മ AKG പി കൃഷ്ണപിള്ള, എത്രയോ പേര്, അവരുടെയൊക്കെ സ്മരണകൾ കെട്ടിപ്പൊക്കിയ ഈ ഒരു ഇന്നത്തെ ഒരു സർക്കാരും പാർട്ടിയൊക്കെ തന്നെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ജീവസുധാരൻ പറഞ്ഞാലും ശരി. അതെ, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വിമർശനം തീർച്ചയായിട്ടും വിമർശനമായി തന്നെ എടുക്കണം. മാത്രമല്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരെ അടുത്ത വേലയുമായി ചെല്ലുന്നതല്ല ഒരു തീർച്ചയായും അതിന് പറയുന്നത് ആരാണ് സ്വാഗതാർഹമായ രീതി. അതെ അതെ. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു പാർട്ടിയെ ഒരു തിരുത്തൽ നടപടികളിലേക്ക് ഒരാൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അയ്യക്കാരനുള്ള യോഗ്യത എന്താണെന്ന് ചിന്തിക്കുക. സുധാരണ യോഗ്യത ഉണ്ട് തീർച്ചയായും. അദ്ദേഹം അഴിമതിക്കാരനോ കുഴപ്പക്കാരനോ ഒന്നുമല്ല, പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെച്ച ഒരാൾ തന്നെയാണ് സുധാകരൻ. മാത്രം അതൊരു എഴുത്തുകാരനാണ്, മറ്റുള്ള കവിയാണ്. പിന്നെ ഒബാമയെ ഒക്കെ എഴുതും, ബിൻ ലാദനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് കവിതയൊക്കെ എഴുതും. ഭീരുവാണി ഒബാമയെന്ന് ഓർക്കുക എന്നൊക്കെ സുധാകര കവി പറയും. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, അദ്ദേഹത്തിന്റെ ഭാവന, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ നാടിന്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. അതെ തീർച്ചയായും. മാത്രമല്ല ഈയിടയ്ക്ക് അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം നടത്തിയിരുന്നല്ലോ, മറ്റേ അവിടെ ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലും പത്തനാപുരത്തും അവിടുത്തെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അത് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന്റെ ഉദ്ഘാടനവും അതിന്റെ പണിയും മറ്റു കാര്യങ്ങളും നടന്നത്. 6 കോടി രൂപ അദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. അത് മാറ്റി ഇപ്പോൾ PA മുഹമ്മദ് റിയാസിന്റെ ചിത്രം വെച്ചു. ഇദ്ദേഹത്തിന്റെ ചിത്രം വെച്ചില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും ആരും പരാമർശിച്ചില്ല. അല്ല, വേണമെന്നല്ല, ഇത് മന്ത്രി G. സുധാകരന്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഒരു വാക്ക് ആർക്കെങ്കിലും പറയായിരുന്നു. അതില്ല, അദ്ദേഹത്തിന് വലിയ വിഷമമായി. അത് G. സുധാകരന്റെ മാത്രമല്ല, അത് എങ്ങനെയാണ് ചിന്തിക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ് അതിന്റെ ഏറ്റവും വലിയ ഏരിയ എന്ന് പറയാം. കാരണം അദ്ദേഹം തുടങ്ങി വെച്ച ഈ കൊച്ചി മെട്രോ ആകട്ടെ ഒരുപാട് കാര്യങ്ങൾ, എന്തിനാ ഈ വിഴിഞ്ഞം തുടങ്ങിയല്ലേ 2015 ശരിക്കും അദ്ദേഹമാണ് അതിന്റെ കരാർ ഒപ്പിട്ടത്. ഒരിക്കലും തുടങ്ങി വെക്കുന്ന ആള് പിന്നെ അപ്രസക്തനാണ്, ഇത് ഉദ്ഘാടിക്കുന്ന ആളാണ് മഹാനും. അതെ, ഈ അത് പറഞ്ഞു കേട്ടോ, സത്യമാണോന്ന് അറിയില്ല. ഇപ്പൊ ആലപ്പുഴ നമ്മുടെ റെയിൽവേ ഉണ്ടല്ലോ, തീരദേശ റെയിൽവേ ലൈനിന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ട ആൾ BM സുധീരനാണ്. അദ്ദേഹം 77 MP ആയിരുന്ന സമയത്ത് അദ്ദേഹം നിരാഹാരം കിടക്കാൻ തയ്യാറായി ഡൽഹിയിൽ. പക്ഷെ അന്ന് അതിൻ്റെ കൂടെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ തീരദേശ റെയിൽവേ വന്നത്. പക്ഷേ 89 90 എപ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. ആ ഉദ്ഘാടന ചടങ്ങിന് BM സുധീരനെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം MLA ആണ്, പക്ഷേ അദ്ദേഹത്തെ വിളിച്ചില്ല എന്നാണ് പറയപ്പെട്ടത്. കാര്യം നമുക്ക് ഒരു സാമാന്യ മര്യാദയുടെ പേരല്ല. അപ്പം അന്ന് BM സുധീരൻ പിന്നെ മണലൂർ MLA ആണ്, അദ്ദേഹം ആലപ്പുഴയായിട്ട് അന്ന് ബന്ധമൊന്നുമില്ല. പിന്നെ പിൽക്കാലത്ത് വീണ്ടും ആലപ്പുഴ MP ആയി. എങ്കിൽ പോലും ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആലപ്പുഴയായിട്ട് അങ്ങനെ ബന്ധമില്ലെങ്കിൽ പോലും ഒന്ന് വിളിക്കാനുള്ള മര്യാദ നമ്മൾ കാണിക്കുക. അതാണ് ഒരു ജനാധിപത്യ മര്യാദ. കാര്യം തുടങ്ങാൻ ഇത് വെറുതെ ഒരു തറക്കല്ലിടലല്ല. തീരദേശ റെയിൽവേ എന്ന് പറയുന്നത് ഒരു റെയിൽവേ പിള്ള ഓമനപ്പിള്ള എന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ജീവിതകാലം ഇതിനുവേണ്ടി സമരം നടത്തിയ ആളാണ്. അപ്പം അതുപോലെ BM സുധീരനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തീരദേശ റെയിൽവേ കൊണ്ടുവന്നാണ്. എനിക്കൊന്നത് മധുതന്തകതയായിരുന്നു തോന്നുന്നു അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. ഒരുപക്ഷെ അതൊക്കെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് അത് സാധിച്ചു, ഉദ്ഘാടനത്തിന് വിളിച്ചില്ല. അപ്പം അത് സുധാകരൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ട്. ഈ സുധീരനൊക്കെ ഏതാണ്ട് ഒരു ജനസിൽപ്പെട്ടവരാണ്, നേരെ കക്ഷികളാണ്. മാത്രമല്ല അവർക്ക് വലിയ പരാതിയൊന്നുമില്ല. വളരെ ഇപ്പൊ സുധാകരൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, സുധീരൻ പിന്നെ അതുമില്ല. അപ്പൊ എന്തായാലും ഇത് CPM ഇതൊന്ന് നോക്കണം. അതിൽ ഈ സുധാകരനെ പോലുള്ള ഒരാൾ ഇത് പറയുമ്പോൾ അതിൽ കാര്യമുണ്ട്.
തീർച്ചയായിട്ടും സുധാകരനെ പോലെ ഇപ്പം പൊതുമരാമത്ത് അതുപോലെ വകുപ്പുകൾ, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത് വളരെ ശക്തനായി നിന്ന ഒരവസ്ഥയിലും അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയും. അതെ. മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പൊതിഞ്ഞു പിടിക്കുകയൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ അതിപ്പോൾ സ്വന്തം മന്ത്രിസഭയിൽപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ തന്നെ സുധാകരൻ കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു, ഉറക്കെ പറയുമായിരുന്നു. VS അച്യുതാനന്ദന്റെ കാലത്ത് ഇദ്ദേഹം മന്ത്രിയല്ലായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇവിടെ പ്രസംഗിക്കാൻ വിളിക്കുക. സുധാകരൻ മന്ത്രി വന്നാൽ മതി എന്ന് പറയും. കാരണം കുറേ കാര്യങ്ങൾ തുറന്നു പറയും, ഉറക്കെ വിളിച്ച് പറയും, ആരുടെയും മുഖം നോക്കില്ല എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായപ്പോൾ അല്പം ഒന്ന് ഒതുങ്ങി. പിന്നീട് അദ്ദേഹത്തെ അങ്ങ് ഒതുക്കി. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തെ അങ്ങ് ഒതുക്കി എന്നും പറയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു ഒതുക്കി ടീമുണ്ടെന്നാണ് പറയുന്നത്. ആ ഒതുക്കി ടീം ഇദ്ദേഹത്തെ ഒതുക്കി എന്ന് പറയുന്നു. അപ്പോൾ ഒതുക്കി ടീം ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടാവും. മിടുക്കനാണെന്നുണ്ടാവും ഒതുക്ക്. പിന്നെ അതെല്ലാ മേഖലയിലുള്ളതാണ് ജീവിതത്തിൽ. അതാണ് 63,000 വോട്ടിന് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ എവിടെ ഒരു MLA ആയിട്ടിരിക്കുക. വീണ്ടും മന്ത്രിയാക്കാൻ ഒരു ആലോചനയൊക്കെ നടന്നു കേൾക്കുന്നു കേട്ടോ. എന്താണെന്നറിയോ, ഈ പ്രതിച്ഛായ നന്നാക്കൽ പരിപാടി ഇടയ്ക്കൊന്ന് ആസൂത്രണം ചെയ്തില്ലേ, എല്ലാം പോയി അടിവേരളകി നിന്നപ്പോഴത്തേക്കും മന്ത്രിമാരെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞുള്ള അതിൽ ശൈലജ ടീച്ചറിന്റെ പേര് ചെറുതായിട്ട് ഉയർന്നു വന്നു എന്നാണ് പരസ്യമായ രഹസ്യം. സഖാക്കൾ തന്നെ പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ദിവസമൊക്കെ അവസാനിക്കാറായി. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു അലങ്കാരമായി കണക്കാക്കാതിരിക്കുക. സുധാകരനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾക്ക് നമ്മൾ കാതോർക്കുക. അത് ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇത്ര കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. കാരണം ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കളാണ് ഇവർ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും കാണാം. നമസ്കാരം.